സിപിഐഎമ്മിന് പിന്നാലെ പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ കോൺഗ്രസും ഗാന്ധി ജയന്തി ദിനത്തിലാണ് സദസ്സ് സംഘടിപ്പിക്കുക. മാ നിഷാദ എന്ന പേരിൽ 140 നിയോജക മണ്ഡലങ്ങളിലും ഐക്യദാർഢ്യ സദസ്സുകൾ സംഘടിപ്പിക്കാനാണ് തീരുമാനം. ആർ റോഷിപാൽ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് ആർ റോഷിപാൽ. സിപിഐഎം എടുത്ത നിലപാട് അത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് കണ്ടുകൊണ്ടാണോ ഇപ്പോൾ കോൺഗ്രസും ഇറങ്ങുന്നത്? സുജയ പാർവതി, പലസ്തീൻ ഐക്യദാർഢ്യം ആദ്യം പ്രഖ്യാപിച്ചത് സിപിഐഎം ആണ്. സർക്കാർ പലസ്തീൻ ഐക്യദാർഢ്യം തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു. മീഡിയ അക്കാദമി സംഘടിപ്പിച്ച പലസ്തീൻ ഐക്യദാർഢ്യത്തിൽ പലസ്തീൻ അംബാസിഡർ ഉൾപ്പെടെ പങ്കെടുത്തു. അങ്ങനെ സിപിഎമ്മും സർക്കാരുമൊക്കെ പലസ്തീൻ ഐക്യദാർഢ്യവുമായി ഗാസയ്ക്ക് ഒപ്പം നിൽക്കുന്ന സാഹചര്യം അത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളിയാകുമോ എന്ന ആശങ്ക യുഡിഎഫിനുണ്ട്. ആ ഒരു സാഹചര്യത്തിലായിരിക്കാം യുഡിഎഫ് വളരെ പെട്ടെന്ന് കോൺഗ്രസ് നേതൃത്വം ഇങ്ങനെ പലസ്തീൻ ഐക്യദാർഢ്യം സംഘടിപ്പിക്കാൻ തീരുമാനമെടുത്തത്. സംസ്ഥാന വ്യാപകമായി 140 നിയോജക മണ്ഡലങ്ങളിലും പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സുകൾ മാനിഷാദ എന്ന പേരിലാണ് സംഘടിപ്പിക്കുന്നത്. അതും ഗാന്ധി ജയന്തി ദിനത്തിലാണ് പരിപാടി. പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്നത് മാത്രമല്ല, മുഴുവൻ സാംസ്കാരിക പ്രവർത്തകരെയും പരിപാടിയിൽ അണിനിരത്താൻ കൂടിയാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. അങ്ങനെ ഈ ഗാസയിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ഗാന്ധി ജയന്തി ദിനത്തിലാണ് മാനിഷാദ കോൺഗ്രസിന്റെ സദസ്സ് വരുന്നത്. താങ്ക് യു റോഷിപാൽ.